അമ്മായി, അമ്മായി. അല്ല, ഇതാര് ദാസനോ? നീ എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാ മോനെ. ജോലി സ്ഥലത്ത് താമസമൊക്കെ സുഖമാണോ? ആ, ഒരുവിധം സുഖം. രത്നം, ചെക്ക്. രത്നം, ദാ വരുന്നു അമ്മേ. ഹായ്. നിന്റെ ദാസേട്ടൻ വന്നിരിക്കണോ? ദാസേട്ടൻ തടിച്ചിരിക്കുന്നു. നീ അങ്ങ് മെലിഞ്ഞ് സുന്ദരിയാകാൻ ശ്രമിക്കാണ് അല്ലേ? അപ്പുമാമ എവിടെ? ഇന്ന് വക്കീലിനെ കണ്ടിട്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. കുറച്ച് കഴിയുമ്പോഴേക്കും വരും. ഞാനീ ഒരിക്കൽ വരാം. ഹാ, അതൊക്കെ വെറുതെ പറയാമേ. അച്ഛൻ വന്നിട്ട് പോയാ മതി. ദാസേട്ടാ, നമുക്ക് ചെസ് കളിക്കാം. മോനെ, ദാസേട്ടന് ശല്യം ചെയ്യാതെ പോയി മേക്കഴുത്. കുട്ടിക്കാലത്ത് കണ്ടതാണ് ഈ വീട്. അമ്മാമ മറ്റേ കാര്യം പറയാനാ പ്രത്യേകം വരാൻ പറഞ്ഞത്. ഏത് കാര്യം? രത്നത്തിന്റെ. അതിനകത്ത് വലിയ തിരക്കെന്താ? നിനക്ക് തിരക്കുണ്ടാവില്ല. അവൾക്ക് വയസ്സ് 22 ജോലി ചേർന്ന ഉടനെ ലീവ് എടുക്കുന്നത് ശരിയല്ല അമ്മായി. അതിനെന്തിനാ ഇത്ര ലീവ്? ഒരു ഞായറാഴ്ചയുടെ കൂടെ 1 or 2 ദിവസം ഉണ്ടായ ധാരാളായി. എവിടെയോ കിടക്കണ ആൾക്കാരൊന്നും അല്ലല്ലോ. ഒക്കെ അമ്മാമ വന്നാ പറയും. രാവിലെ നേരത്തെ അങ്ങ് പോയാ മതി. എനിക്ക് ഓഫീസുണ്ട് അമ്മായി. 6:00 ഒരു ബസ്സുണ്ട്. 7:30 ബസ്സിൽ പോയാലും മതി. അഥവാ 8:30 ഫാസ്റ്റിന് പോയാലും കറക്റ്റ് ടൈമിന് ഓഫീസിലെത്താം. ഞാൻ ഷർട്ടും മുണ്ടും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതൊരു പ്രശ്നമല്ല. 6:30 തന്നെ പോവാം. റൂമിലെത്തി കുളിച്ച് ഡ്രസ് ചെയ്ത് പോവാൻ ധാരാളം സമയമുണ്ട്. നീ വന്നോ? ഇരിക്കേ. പോവാൻ നിക്ക. ഞാൻ പറഞ്ഞു രാവിലെ പോവാന്ന്. കുറച്ച് തിരക്കൊക്കെ കാണിക്കണം, തിരക്കില്ലെങ്കിലും. അതല്ല ഇന്നത്തെ ഒരു നാട്ടുനടപ്പാണ് മോളെ. ഇനി ധൃതിയില്ലല്ലോ. മുകളിലിരിക്കാം. സ്റ്റീരിയോയിൽ നല്ല റെക്കോർഡ് വെച്ച് പാട്ട് കേൾക്കാം. ഏതായാലും ഇന്ന് പോകാത്ത സ്ഥിതിക്ക് ഈ നാട്ടും പുറക്കൊന്ന് ചുറ്റിക്കണം. ഞാൻ ഇപ്പൊ വരാം. മെല്ലെ മെല്ലെ സൂക്ഷിച്ചിറങ്ങും. എന്തൊക്കെയാണ് ഡിസൈഡ് ചെയ്തത്? മാമ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡിസിഷൻസ്? വാട്ട് ആർ ദ ഡിസിഷൻസ്? അതൊക്കെ സമയം അവൾ അറിയിക്കും. അല്ല, എനിക്ക് ധൃതിയൊന്നുമില്ല. എനിക്കും. കണ്ടിടത്തോളം അമ്മായിക്കാണ് വലിയ തിരക്ക്. നമുക്ക് അങ്ങോട്ട് പോകാം. ഓ,
രത്നത്തിന്റെ നാട്ടിലെ അസ്തമയം മനോഹരമായിരിക്കുന്നു കേട്ടോ. Oh, that's too much. A thing of beauty is a joy forever, isn't it? ഷുവർ. നല്ല കഥ. ദാസൻ ഇവിടെ കിടന്നോട്ടെ. അനിയനും നീയും താഴത്തെ മുറിയിൽ കിടന്നോ. ധൃതി പിടിക്കണ്ട. കിടക്കാറാവുമ്പോ കിടന്നാ മതി. നിന്റെ അമ്മാമ്മക്ക് 10 അടിച്ചാൽ കിടക്കണം. ഞങ്ങളൊക്കെ കുറെ വൈകും. ഉണ്ട്. നേരത്തെ ഉണരൂ. വേണമെങ്കിൽ ഞാൻ 5-നോ 5:30-ക്കോ രാവിലെ വിളിക്കാം. വിളിക്കേണ്ടി വരില്ല. ചിലപ്പോൾ ഞാൻ ഉറങ്ങില്ല. അത് ശരിയായ പ്രണയരോഗികൾക്കല്ലേ, നമുക്കില്ലല്ലോ. ഗുഡ് നൈറ്റ്. രത്നം, ആരാ? ഓ, ദാസേട്ടനോ? ദാസേട്ടന്റെ പഴയ സൂക്കേട് മാറിയിട്ടില്ലേ? കുട്ടിക്കാലത്തെ സ്വപ്നാടന്. വാ, നമുക്ക് ആ റൂമിലേക്ക് പോകാം. അനിയനുള്ളതും. വേണ്ട ദാസേട്ടാ, പോയി കിടന്നോളൂ. വാന്ന്. അതിനൊക്കെ സമയമാവട്ടെ. സദ്യ കിലമുറിക്കുമ്പോ അടുക്കള കയറി കട്ട് തിന്നണോ? പടപ്പുറന്നല്ലേ, ഞാൻ പോവാണ്. നമുക്കിനി ഒന്നും നിശ്ചയിക്കേണ്ട കാര്യമില്ല. പഴയ കാലത്താണെങ്കിൽ ഹരിദാസൻ 2 മുണ്ട് കൊടുത്ത് അങ്ങോട്ട് അയക്കുക വേണ്ടത്. അത് ശരിയാണ്. രാവിലത്തെ ചായയുടെ വട്ടം കഴിഞ്ഞ് വാനിലും കാറിലായിട്ട് അങ്ങോട്ട് പുറപ്പെടാം. ഇവിടെ സദ്യ ഒന്നും വേണ്ട, എല്ലാം ദുഷ്ചലവാ. അത് ശരിയാണ്. ഞാൻ പോവാണ്. ഓ, ബസ് സ്റ്റാൻഡ് വരെ ഞാനും വരാം. ഏതായാലും മോശമായി. ഏത് സദ്യ വേണ്ടെന്ന് വെച്ചത്. തുക്കിടി ആയതാണ് മോനല്ലേ ഹരിദാസൻ. ഹരിദാസന്റെ കൂടെ പോയിക്കോളൂ. അവിടെ കേമായ സദ്യ ഉണ്ടല്ലോ. അവിടെ സദ്യ ഉണ്ടെന്ന് വെച്ചാൽ എനിക്കിവിടെ എന്താ? പിന്നെ കാർന്നരോട് സ്ഥാനം ഉണ്ടല്ലോ, അപ്പൊ പോണോ? അതിന് പുറത്തേക്ക് പറയാൻ സമ്മതിക്കോ ആ മൂത്രേരി?